ഹായ് കൂട്ടുകാരെ, സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെയുണ്ട് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് മുട്ട ചേർക്കാതെ നല്ല ഒരു റവ കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ഈ റവ കേക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം ഈ റവയൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കപ്പിന് 2 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 200 ml കപ്പാണ്. ഇനി അതേ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 ചെറിയ പീസ് കറുവാപ്പട്ടയാണ്, അതും കൂടെ ചേർക്കാം. ഞാനിവിടെ ഇതിൽ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് കൈവശമില്ലാത്തവർ ഈ സമയത്ത് ഈ പട്ടയുടെ കൂടെ തന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്കിനി ഇത് എത്ര നന്നായിട്ട് പൊടിക്കാവോ അത്രയും മാക്സിമം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്ത റവ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോഴും ഒരു ചെറിയ തരികളുണ്ട്. എന്തായിരുന്നാലും റവയല്ലേ, നമ്മൾക്കിത് പൗഡർ പോലെയൊന്നും പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ തരികളുണ്ട്. ഇനി നമ്മളിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ പൊടിയെടുത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഇതെല്ലാം കൂടി താന്ന് ഏറ്റവും താഴെ പോയി കിടക്കും. 1 സ്പൂൺ പൊടി കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിനി ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതിനും കുറച്ചും കൂടെ റവ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നമുക്കിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കാവേ. ബാക്കി ചേർത്താൽ മതി. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഒരുപാട് നമ്മൾ ഫോൾഡ് ചെയ്യണ്ട, അത്യാവശ്യം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പം ഈ ഒരു ഭാഗത്തിനാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാനായി ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ടിൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അടി കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായി. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു അലുമിനിയം ചെരുവത്തിലാണ്. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത ചെരുവാണ്. അതിനകത്ത് ഒരു റിഗും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഈ കേക്ക് വെന്ത് കിട്ടാൻ 50 മിനിറ്റോളം എടുത്തു. നടുവ് ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരുന്ന അത്ര പുതിയ ബേക്കിംഗ് പൗഡർ അല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളെടുക്കുമ്പോൾ പുതിയ ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ചൂട് പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഒരു 50 മിനിറ്റ് എടുത്തെന്ന് മാത്രം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് ഇപ്പം നല്ലവണ്ണം കാറി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയല്ലേ എടുത്ത്. ഇപ്പം ഇത്ര മധുരം വേണ്ടെന്നുള്ളവർ 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്, കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.